വിതുരർ ദുര്യോധനനോട് ചോദിക്കുന്നു, താങ്കൾ അധർമ്മം മാത്രം പ്രവർത്തിക്കുന്നു, എന്നാൽ യുധിഷ്ഠിരനോ ധർമ്മത്തിൽ മാത്രം ചരിക്കുന്നു, എന്തുകൊണ്ട്? ദുര്യോധനൻ പറഞ്ഞു, ജാനാപി ധർമ്മം നചമേ പ്രവൃത്തി. എനിക്കറിയാം ധർമ്മം എന്താണെന്ന്, പക്ഷേ ഞാനത് പിന്തുടരില്ല. ജാനാപി അധർമ്മം നചമേ നിവൃത്തി. എനിക്കറിയാം അധർമ്മമാണെന്ന്, പക്ഷേ വിട്ടുകളയില്ല. നമ്മുടെ ഉള്ളിൽ ഒരാൾ വസിക്കുന്നതായും അയാൾ നമ്മെ ഉപദേശിക്കുന്നതായും നാം ആ ഉപദേശങ്ങൾ പിന്തുടരാൻ ബാധ്യസ്ഥനാവുന്നതായും തോന്നുന്നു. അന്തരാത്മാവിൽ നിന്നുള്ള സന്ദേശങ്ങൾ കേൾക്കാൻ കഴിയാത്തവൻ അധർമ്മത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നു. നമുക്ക് അന്തരാത്മാവിന്റെ വിളി കേൾക്കാനുള്ള ചെവികളുണ്ട്, വിവേകത്തിനെ പിന്തുടരാനുള്ള ബുദ്ധിയുണ്ട്. ഇതു രണ്ടും ഗായത്രി ദേവി നമുക്ക് തരുന്നു. വിവേകമെന്നാൽ ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. ജീവിതത്തെ മുന്നോട്ട് എങ്ങനെ നയിക്കണം എന്ന ചിന്ത ഗായത്രി മന്ത്രം നമ്മളിൽ ഉണർത്തുന്നു. ഭൂമിയിലേത് ഹ്രസ്വജീവിതമെന്ന് മനുഷ്യൻ മറക്കുന്നു. അനശ്വരതയിലേക്ക് ശാശ്വതമായി സഞ്ചരിക്കേണ്ടേ, അതിനായി തയ്യാറെടുക്കേണ്ടേ? എവിടേക്കാണോ എത്തേണ്ടത് അതിനായുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ തുടങ്ങണ്ടേ? ഇന്നു മുതൽ നമുക്ക് ശുഭചിന്തകളാവാം, ശുഭകർമ്മങ്ങളാവാം, ശുഭഭാവനകളാവാം. ഇന്നിതാ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു, നാളെ നിങ്ങൾ എന്താവുമെന്ന് ആര് കണ്ടു? ഇത്തരം ചിന്ത ആദ്യമേ മനുഷ്യനിൽ ഉണർന്നാൽ അതിനനുസരിച്ച് അവൻ ജീവിക്കും. സുഹൃത്തുക്കളെ, ഗായത്രി മന്ത്രം നമ്മളിൽ ഉണർത്തുന്നതും ഇത്തരം വിവേകപൂർണമായ ചിന്തകളെയാണ്.